നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഗെയിംസിലെ 5 നല്ല ഗെയിംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിംസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന 5 ഗെയിംസാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ അപ്പോൾ സോ ഗൈസ്, ആദ്യത്തെ ഗെയിമാണ് ഹ്യൂമൻ ഫാൾ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഇത് പി സിയിൽ വളരെയധികം ഹിറ്റായി നിൽക്കുന്ന ഒരു ഗെയിമാണ്. പി സിയിൽ ഏകദേശം ഇതിൻ്റെ സൈസ് വരുന്നത് 300-500 MB സൈസിലൊക്കെയാണ് ഈ ഒരു ഗെയിം വരുന്നത്. അപ്പോൾ ഞാൻ പി സിയിൽ ഈ ഒരു ഗെയിം എടുത്തിട്ടുണ്ട്. ഏകദേശം 385 MBയോളമാണ് സൈസ് വന്നത് പി സിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹ്യൂമൻ ഫാൾ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ആൻഡ്രോയിഡ് മൊബൈലിലും കളിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് മൊബൈലിൽ ഇതൊരു പെയ്ഡ് വേർഷനായിട്ടാണ് വരുന്നത്. 500 രൂപ നിങ്ങൾ അടയ്ക്കണം, പെയ്ഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. AC മാർക്കറ്റ് മുഖേനയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ 488 MB ആണ് ഈ ഒരു സൈസ് വരുന്നത്. ഹ്യൂമൻ ഫാൾ ഫിറ്റിൻ്റെ ഒരു സൈസ് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫായിട്ട് എടുക്കാൻ പറ്റുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നും പെയ്ഡ് വേർഷൻ വഴി എടുക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ AC മാർക്കറ്റ് വഴിയൊക്കെ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഗ്ഗും കാര്യങ്ങളൊന്നും കാണില്ല. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൺസ്റ്റർ വികാസ് വേൾഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ GTA അതേ ബേസിൽ വരുന്നൊരു ഗെയിമാണ്. GTA സെഗ്മെൻറ്റിൽ അതേ ബേസിൽ വരുന്നൊരു ഗെയിമാണ്. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ ഗെയിം ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. ഓൺലൈനിൽ തന്നെ കളിക്കണം. നമ്മൾ നെറ്റ് ഓൺ ആക്കി തന്നെ ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് പറഞ്ഞാൽ 1.8 GB സൈസ് വരുന്നുണ്ട്. നമ്മുടെ PUBG മൊബൈലിൻ്റെ അത്രയൊക്കെ ഒരു സൈസ് വരുന്നുണ്ട് ഈ ഒരു ഗെയിമിന്. അപ്പോൾ ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എടുത്ത് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഫ്രീ വോയിസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മോഡേൺ കോമ്പാറ്റ് 5 ബാറ്റിൽ റോയൽ FPS എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ മോഡേൺ കോമ്പാറ്റിൻ്റെ ഒരു 5 എന്ന് പറഞ്ഞ ഗെയിമിൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ബാറ്റിൽ റോയാലൊക്കെ ഉള്ളതാണ്. നമ്മുടെ ബാറ്റിൽ റോയാൽ ഈ ഒരു ഗെയിമിലുണ്ട്. നമുക്ക് ബാറ്റിൽ ഗ്രൗണ്ട് പോലെ ഇപ്പോൾ നമ്മുടെ PUBG ബാറ്റിൽ ഗ്രൗണ്ട് കളിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഗെയിമിന് നമുക്ക് കളിക്കാൻ സാധിക്കും. ഏകദേശം 1.4 GB സൈസ് വരുന്നൊരു ഗെയിമാണ് മോഡേൺ കോമ്പാറ്റ് 5 എന്ന് പറഞ്ഞൊരു ഗെയിം. ഇപ്പോൾ നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഇവിടെ കാണാം. ഈ ഒരു ഗെയിമിൻ്റെ ഒക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്തതായി ഗെയിം പരിചയപ്പെടാവുന്നത് ബ്ലാക്കി കാർഡ്സ് ടാങ്ക് ഓൺലൈൻ പിക്സൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇപ്പോൾ ഇതൊരു പിക്സലിൻ്റെ കൂട്ടുള്ളൊരു ഗെയിമാണ്. ഏകദേശം പിക്സലിൻ്റെ രീതിയിലുള്ള ഒരു ഗെയിമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഗെയിമാണ്. നമ്മളൊരു റോബോട്ട്സിനെയൊക്കെ നിർമ്മിക്കും. നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിലൊക്കെ കുറേ റോബോട്ട്സ് ഗെയിംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലുള്ളൊരു ഗെയിം തന്നെയാണിതും. പക്ഷേ ഇതൊരു പിക്സൽ ബേസിലാണ് ഈ ഒരു ഗെയിം പ്ലേ ആവുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ പരിചയപ്പെടുത്താം. ലെഫ്റ്റ് ടു സർവൈവൽ PvP ഷൂട്ടിംഗ് ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ 2 GB സൈസ് വരുന്നൊരു ഗെയിമാണ്. ഇതെന്ന് വെച്ചാൽ 2 GB സംതിങ് ആ ഒരു റേറ്റിൽ നമുക്ക് വരുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സൂംബീനെ സർവൈവൽ ചെയ്തിരിക്കുകയാണ്. 2 GB 500 MB ആ ഒരു ഇടയ്ക്ക് സൈസിൽ വരുന്നൊരു ഗെയിമാണിത്. കൃത്യമായിട്ട് ഞാൻ എൻ്റെ സൈസ് എനിക്കറിയില്ല. അപ്പം ഈ ഒരു ഗെയിമും ഫ്രീ വോയിസ് ആണ്. ഇതെല്ലാം നമുക്ക് ആദ്യം പറഞ്ഞ ഗെയിം മാത്രമേ ഉള്ളൂ നമുക്ക് പെയ്ഡ് വേർഷനിൽ വരുന്നത്. അതും ഹ്യൂമൻ ഫാൾ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ടു സർവൈവൽ സൂംബി എന്ന് പറഞ്ഞൊരു ഗെയിം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സൂംബിയിൽ നിന്ന് സർവൈവൽ ചെയ്ത് ജീവിക്കുമെന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. നമ്മളിപ്പം ലൈഫ് ആഫ്റ്ററിൻ്റെയൊക്കെ ബേസിൽ വരുന്നൊരു ഗെയിമാണ്. ലൈഫ് ആഫ്റ്റർ കളിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ രീതിയിൽ വരുന്നൊരു ഗെയിമാണ്. ഇപ്പോൾ ലൈഫ് ആഫ്റ്റർ നിങ്ങളുടെ മൊബൈലൊക്കെ എടുത്ത് കളിക്കണമെങ്കിൽ കുറഞ്ഞത് 6 GB റേഞ്ച് റാമെങ്കിലും വേണം. കാര്യം 3.9 GB സൈസ് ലൈഫ് ആഫ്റ്ററിന് വരുന്നുണ്ട്. അത്രയ്ക്കും നല്ലൊരു ഇതാണ്. അപ്പോൾ റാം നല്ലതായിട്ടുണ്ടെങ്കിൽ ആ ഗെയിം നല്ലതായിട്ട് റൺ ചെയ്യിപ്പിക്കാം നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ ലൈഫ് ആഫ്റ്റർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കാണാനില്ല. കാര്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ഗെയിം എന്തോ കാരണം കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ചിലപ്പം ബാൻ ലിസ്റ്റിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ഗെയിം മാറ്റിയേക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞ ഈ ഒരു സൂംബിൻ ഗെയിം നിങ്ങൾക്ക് ലൈഫ് ആഫ്റ്ററിനെ പോലെ തന്നെ പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വീടൊക്കെ നിർമ്മിച്ച് നിങ്ങൾക്ക് അവിടെ ക്യാമ്പ് ചെയ്ത് നിങ്ങൾ സർവൈവ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ലെഫ്റ്റ് ഓഫ് ടു സർവൈവൽ സൂംബിൻ ഗെയിം. അപ്പോൾ എനിവേ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കുറേ അധികം 5 ഗെയിംസാണ് ഞാൻ പരിചയപ്പെടുത്തത്. അതൊരു ഹ്യൂമൻ ഫാൾ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം PC ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്നൊരു ഗെയിമാണ്. നമുക്ക് മൊബൈലിൽ കളിച്ചാൽ പോലും നമുക്ക് നെറ്റൊക്കെ ഓണാക്കി മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ സാധിക്കും. ഇതിനകത്ത് കുറച്ച് ടാസ്ക് ആണ് തരുന്നത്. ഹ്യൂമൻ ഫാൾ ഫിറ്റിനകത്ത് കുറച്ച് ടാസ്ക് ആണ് തരുന്നത്. നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കളിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിവേ, അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ